തൃശൂർ ലോക്സഭാ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന് ആരോപിച്ച് പൂങ്കുന്നം സ്വദേശി പ്രസന്ന അശോകൻ. വീട്ടുകാർ അറിയാതെ വോട്ടുകൾ മേൽവിലാസത്തിൽ ചേർത്തെന്ന ആരോപണം. പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിന്റെ വിലാസത്തിൽ ചേർത്തത് 6 അധിക വോട്ടുകൾ. പൊതുപ്രവർത്തകർ ഇടപെട്ട് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പ്രസന്ന. അങ്ങനെയൊന്നും അറിയില്ലായിരുന്നില്ല. ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ ഇതിന്റെ പേരിലാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നില്ല. 6 എന്നാണ് പറഞ്ഞത്. 6 പേര് നമ്മൾ അറിയുന്നതല്ല, ഞങ്ങളുടെ ബന്ധുക്കാരുമല്ല. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ച് ഇന്ന്. മാർച്ച് 11:30 പാർലമെന്റിൽ നിന്ന് ആരംഭിക്കും. 300ഓളം MP-മാർ മാർച്ചിൽ പങ്കെടുക്കും. തുടർ പ്രതിഷേധ നടപടികൾ ചർച്ച ചെയ്യാൻ AICC ജനറൽ സെക്രട്ടറിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും യോഗം ഇന്ന്. ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഹുൽ ഗാന്ധി വിശദീകരണം നൽകേണ്ടതില്ലെന്ന തീരുമാനം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസിന്റെ ഹർജി ഇന്ന് കോടതിയിൽ. ഹർജി പരിഗണിക്കുന്നത് എറണാകുളം സബ് കോടതി. വരണാധികാരിയുടെ നടപടി നിയമവിരുദ്ധമെന്ന വാദം. ബൈലോ പ്രകാരം തനിക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്ന സാന്ദ്ര ഹർജിയിൽ. PC നിയമനത്തിൽ ഗവർണർക്കെതിരെ പോര് കടുപ്പിക്കാൻ സർക്കാർ. മന്ത്രിസഭാ യോഗം പാസാക്കിയ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടാത്തത് സുപ്രീം കോടതിയെ അറിയിക്കും. ആയുധമാക്കുക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിനായി കൊണ്ടുവന്ന ഓർഡിനൻസ് അംഗീകരിക്കുന്നതിൽ വരുത്തിയ കാലതാമസം. ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിയമവിരുദ്ധമെന്ന രാജ്ഭവൻ വൃത്തങ്ങൾ. ഒപ്പിടാത്തത് ഓർഡിനൻസ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമായതുകൊണ്ടെന്നും വാദം. കൊച്ചിയിൽ ദിവസങ്ങളായുള്ള കുടിവെള്ള ക്ഷാമത്തിന് ഇനിയും പരിഹാരമായില്ല. തൈക്കുടം കനാൽ റോഡിന് സമീപം 30ഓളം കുടുംബങ്ങൾക്ക് വെള്ളമില്ലാതായിട്ട് മാസങ്ങൾ. കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് വാട്ടർ ടാങ്കുകളെ. തുടരുന്ന ക്ഷാമത്തിനിടെ കുടിവെള്ള പൈപ്പ് തുരുമ്പെടുത്ത് വെള്ളം പാഴായി പോകുന്നതായും പരാതി. തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കിയതിൽ വിശദീകരണവുമായി എയർ ഇന്ത്യ. അടിയന്തര ലാൻഡിംഗ് നടത്തിയത് റഡാറുമായുള്ള ബന്ധത്തിൽ തകരാറ് നേരിട്ടതിനെ തുടർന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും വിശദീകരണം. വിമാനത്തിൽ ഉണ്ടായിരുന്നത് KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, K രാധാകൃഷ്ണൻ എന്നിവരടക്കം 5 മലയാളി MP-മാർ. എയർ ഇന്ത്യയുടെ വിശദീകരണം അന്വേഷണം ആവശ്യപ്പെട്ടുള്ള KC വേണുഗോപാലിന്റെ പോസ്റ്റിന് മറുപടിയായി. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. അൽ-ഷിഫ ആശുപത്രിക്ക് സമീപം നടന്ന ആക്രമണത്തിൽ 5 മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടത് അൽ ജസീറയുടെ റിപ്പോർട്ടർമാരും ക്യാമറാമാനും അടക്കമുള്ള വാർത്താ സംഘം. കൊല്ലപ്പെട്ട റിപ്പോർട്ടർ ഹമാസ് നേതാവെന്ന് ഇസ്രായേലിന്റെ നടപടി അപലപിച്ച് ഐക്യരാഷ്ട്രസഭ.